ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ്. തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയായ ശ്രീമതി പത്മജ വേണുഗോപാലാണ് നമുക്കൊപ്പമുള്ളത്. നമസ്കാരം. തൃശ്ശൂരിന്റെ ഹൃദയത്തിലാണല്ലോ, അപ്പൊ എവിടെ വരെയായി തൃശ്ശൂരിലെ പ്രചരണങ്ങളൊക്കെ? നല്ല രീതിയിൽ പോകുന്നുണ്ട്. പാർട്ടിക്കാരൊക്കെ നല്ല കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാമല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകളൊന്നും എനിക്കില്ല. അവര് പറഞ്ഞു തരുന്ന വഴി കൂടെ പോയാൽ മതി. വേറൊരു തലവേദന എനിക്ക് ഉണ്ടാക്കുന്നില്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെ എത്രത്തോളം ഉണ്ട്? നല്ലോണം ഉണ്ട്, പ്രത്യേകിച്ച് വനിതകളുടെ ഭാഗത്ത്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും എനിക്കത് തീരെ സ്വപ്നം കാണാൻ പോലും പറ്റാത്തായിരുന്നു. ഇപ്രാവശ്യമൊക്കെ വരുമ്പോൾ അമ്മമാരെ കെട്ടിപ്പിടിക്കും, പിന്നെ മറ്റുള്ളവരൊക്കെ ചേച്ചി എന്നും പറഞ്ഞ് ഉമ്മയൊക്കെ തന്ന് അത്ര കാര്യമായിട്ട് അവരെന്ന് ഇതാക്കണം. അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാലും നമ്മുടെ തൃശ്ശൂരിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളും വികസന പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ്? ഇവിടെ എന്ത് ചെയ്താലും കാണും, കാരണം ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ആദ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയാക്കണം. ഇപ്പോൾ റോഡുകളുടെ കാര്യത്തിലാണെങ്കിൽ ട്രാഫിക് ബ്ലോക്ക്, തെരുവ് നായ്ക്കൾ, പിന്നെ ഒരു മഴ പെയ്താൽ രാത്രി പേടിയാണ്, ആ വീടുകളിലൊക്കെ വെള്ളം കയറും. പിന്നെ എല്ലാ ബിസിനസ്സുകാരും ഇവിടെയാണ്. എനിക്ക് മനസ്സിലാവില്ലേ അവരെന്താ ഇതൊന്നും ഇവിടെ ചെയ്യാത്തത്. അപ്പോൾ അതന്വേഷിച്ചിട്ട് അവരെയും കൂടി ഇവിടെ കൊണ്ടുവരാനുള്ള വഴികൾ നോക്കണം. കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനോ ജോലി ചെയ്യാനോ അതില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഇവിടെ തടഞ്ഞു നിർത്താനുള്ള ഒരു മാർഗം കൂടി ഞാൻ കണ്ടെത്തും. ഒരു വനിതാ നേതാവ് കൂടിയാണല്ലോ, അപ്പം നമ്മുടെ വനിതകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വികസന പദ്ധതികളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, വനിതകളുടെ കാര്യത്തിൽ മോദിജി എന്നെ വളരെ സപ്പോർട്ടാണ്. അപ്പം നമ്മൾ എന്താണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തു തരും. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പറയണത്. ബാക്കിയുള്ളവരെ മാതിരിയല്ല. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാം. അപ്പോൾ അത് സ്ത്രീകൾക്ക് വേണ്ടി പലതും ചെയ്യാൻ പറ്റും. അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ പറ്റും. സ്ത്രീകൾ വിചാരിച്ചാൽ ഒന്നും നടക്കാത്തതില്ല, പക്ഷെ അവർക്കൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. പൂർണ്ണ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് മത്സരം. തീർച്ചയായിട്ടും എനിക്ക് തൃശ്ശൂരിലെ ജനങ്ങളുടെ വിശ്വാസമുണ്ട്. അത് 1-2 പ്രാവശ്യം ഇത് പറ്റിയെങ്കിൽ അത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള കാലുവാരലായിരുന്നു. അത് ഇതിലുണ്ടാവില്ല. അപ്പോൾ നല്ലൊരു വിജയം ആശംസിക്കുകയാണ്. ആയിക്കോട്ടെ, താങ്ക് യു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണത്തെ തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി മത്സര രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുന്നത്.